ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കൊടുത്ത കേസെല്ലാം തോറ്റു. ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടു. റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാണെന്ന് സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. കോടതിയിലും ആ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെ വിപുലമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറി. വിവരാവകാശ കമ്മീഷൻ 63 പേജുകൾ നീക്കം ചെയ്താണ് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ പറഞ്ഞത്. അതുപ്രകാരമാണ് 233 പേജുള്ള റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പഠന റിപ്പോർട്ട് വരുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ WCC 2017 മുഖ്യമന്ത്രി പിണറായിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നത്. 2019 റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. 2020 ഫെബ്രുവരി 19 ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് എഴുതി. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 2020 ഫെബ്രുവരി 19 ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് എഴുതി. റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുത്. വിവരാവകാശ കമ്മീഷൻ വിൻസനും പോളും ആ കാലത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. ഈ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന, ഈ സമയത്ത് നടക്കുന്ന ചർച്ചകളിൽ പലയിടത്തും കണ്ടേക്കില്ല. കാണാൻ സാധ്യത വളരെ കുറവുമാണ്. സർക്കാരിനെതിരെ തിരിക്കാൻ, വിവാദത്തെ മറ്റൊരു രാഷ്ട്രീയ നിലയിലേക്ക് കൂടുതൽ കൊഴുപ്പിക്കാൻ, വസ്തുതകൾ മറച്ചുവെക്കാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ, അവിടേക്ക് എത്തിയിട്ടുള്ള സ്ത്രീകളുടെ മൊഴികളിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള കമ്മീഷൻ, ആ കമ്മീഷൻ്റെ നിഗമനങ്ങൾ, അതിൽ വെളിപ്പെടുത്തുന്ന സ്ത്രീകളുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നിലനിൽക്കുന്ന വിവേചനങ്ങൾ, ലൈംഗിക ചൂഷണം അടങ്ങുന്ന അതിനുമപ്പുറമുള്ള നിരവധി തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലം, പവർ സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പവർ ഗ്രൂപ്പുകൾ, ഇതെല്ലാം അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെ സിനിമയെ കൂടുതൽ നവീകരിക്കണം, മെച്ചപ്പെടുത്തണം, സിനിമാ സംവിധാനത്തെ ഒരു തൊഴിൽ മേഖലയായി കണ്ടുകൊണ്ട് എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന നിർദ്ദേശങ്ങൾ അടക്കം അതിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാകും വിധം ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ലിബർട്ടി ബഷീർ, നിർമ്മാതാവ്, അഡ്വക്കേറ്റ് PM ആതിര, അഡ്വക്കേറ്റ് N ലാൽകുമാർ, സജിത മഠത്തിൽ ചലച്ചിത്ര നടി ടെലിഫോൺ ലൈനിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞാൻ ലിബർട്ടി ബഷീറിൽ നിന്ന് തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ലൈവിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ആതിരയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ലാൽകുമാറുമാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. സജിതാ മഠത്തിലെ പിന്നീട് ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുക അവരൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലോ മറ്റുമാണ്. അതിനിടയിൽ സംസാരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന ഈ റിപ്പോർട്ട് ആദ്യം തന്നെ കൈരളി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. മറ്റു മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ഞങ്ങളുടെ അടക്കം പക്കലിലേക്ക് വന്ന ആദ്യമെത്തിയ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് അതൊരു പൊതുചർച്ചയ്ക്ക് വിധേയപ്പെട്ടു. ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും കൂട്ടിച്ചേർക്കാതെ അഡ്വക്കേറ്റ് ആതിരയോട് ആദ്യം ചോദിക്കാനുള്ളത് അതുതന്നെയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, അതിലെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ, ഇതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന, ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തു തോന്നി? ആദ്യം ഈ പറയുന്നത് പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി പഠനം നടത്തി എന്നുള്ളതും, ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആ സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെന്തൊക്കെയായിരിക്കണം ടേംസ് ഓഫ് റെഫറൻസ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ആ ടേംസ് ഓഫ് റെഫറൻസ് 7 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഈ അന്വേഷണം നടത്താൻ വേണ്ടി ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് പേജ് 27-ലും 28-ലും അവർ അതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇഷ്യൂസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്പോർട്ട് പോകുന്നുണ്ട്. ആ ഇഷ്യൂസ് സത്യത്തിലൊരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആധുനിക സമൂഹത്തിനകത്ത് ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും മലയാളം ഫിലിം ഇൻഡസ്ട്രി വളർന്നിട്ടില്ല എന്നുള്ളതിനുള്ള കൃത്യമായ സൂചനകളാണ് തരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം എന്നുള്ളൊരു പൊതുബോധവും ധാരണയൊക്കെ ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അതിന് ഇത്രയും ആഴമുണ്ടെന്നും ഇത് നമ്മളിപ്പോൾ കണ്ടതും ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണെന്നും ഇതിന് എത്രയോ ആഴത്തിൽ മലയാള സിനിമാ മേഖലക്കകത്ത് വിവിധ മേഖലകൾക്കകത്ത് ഈ റിപ്പോർട്ട് തന്നെ 30 കാറ്റഗറി ആയിട്ട് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ 30 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. ആ 30 കാറ്റഗറികൾക്കകത്തും പണിയെടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ
ഇത്രയും സങ്കീർണമാണ് എന്നും അതിൽ സെക്ഷൽ ഹാരാസ്മെൻറ്റ്, അബ്യൂസ്, അസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ട് തുറന്നു വെക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആത്മവിമർശനപരമായിട്ട് മലയാളികളും മലയാളം ഫിലിം ഇൻഡസ്ട്രി പ്രത്യേകിച്ചും പരിശോധന നടത്തേണ്ടതുണ്ട്. പോയ കാലത്തൊക്കെ ഇതൊക്കെ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നിടം, ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ ഓഫീസ്, ഞാൻ നിൽക്കുന്നിടം മനോഹരം എന്ന് പറയാനാണ് ശ്രമിച്ചതെങ്കിൽ ആധുനിക കാലവും ഈ പ്രത്യേകിച്ച് 2013 തൊഴിലിടത്തെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന നിയമം വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരികയും ഇതിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിലും അതുപോലെ തന്നെ തൊഴിലിടത്തെ സംവിധാനങ്ങൾക്കകത്തും എങ്ങനെയാണ് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പറയുന്ന ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അതിലെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് മലയാളം സിനിമ ഇനിയും എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഞാൻ വിചാരിക്കുന്നത് മലയാളം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു WCC ഇനിഷ്യേറ്റീവ് ഒരു പ്രശ്നം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ആ സ്ത്രീകളുടെ പ്രശ്നം, മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുന്നു. അതിൻ്റെ ശുപാർശകൾ വരുന്നു. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തു വരുന്നതിനൊരു സാധ്യത ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഇത് സിനിമ എന്ന് പറയുന്നതൊരു ഇൻഡസ്ട്രി മാത്രമല്ല, അതൊരു കലാപരമായ മേഖല കൂടിയാണ്. അതിലൊരു തൊഴിലിടം എന്നതിനെ എത്രമാത്രം കൃത്യമായി ഡിഫൈൻ ചെയ്യാം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഓരോ തൊഴിലിടവുമായി ഓരോ ലൊക്കേഷനും ഓരോ ഷൂട്ടിംഗ് സെറ്റും മാറുന്നു. അവിടെ IC വരുന്നു, ഇൻറ്റേർണൽ കമ്മിറ്റി സംവിധാനങ്ങളൊക്കെ വരുന്നു. അതിലെ പോരായ്മകളൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയ്ക്ക് പോകാനാകുമോ? കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി മലയാളത്തെ മാത്രമായി, ഇപ്പോൾ തമിഴ്നാട്ടിലോ മറ്റ് ഭാഷകളിലോ ഒന്നുമില്ലാത്ത വിധം കേരളത്തിൽ മാത്രമായി കുറേ കൂടി ഈ പറഞ്ഞതുപോലെ വലിയ ശുപാർശകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ശുപാർശകളിലേക്കൊക്കെ യഥാർത്ഥത്തിൽ പോകാനാകുമോ എന്നുള്ള റെഗുലേറ്ററി കമ്മീഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ കഴിയും. ഇത് ഒരു ഐ ഓപ്പണറായി കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം, ആ സംവിധാനം കൂടുതൽ നവീകരിക്കാം എന്നതിനപ്പുറത്തേക്ക് എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്താനാവും? സത്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒന്ന്, കേരളത്തിലെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു നടിക്ക് നേരെ നടന്ന അതിക്രമം, അതിനെ തുടർന്ന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇത്തരം അതിക്രമങ്ങൾ ഒരു സ്ത്രീക്കെതിരെയും നടക്കാൻ വേണ്ടി പാടില്ല, ഈ ഇൻഡസ്ട്രിയിലും നടക്കാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിച്ച നമ്മളൊക്കെ ആരാധിക്കുന്ന നായികമാരായിട്ടുള്ള ആളുകൾ അവരുണ്ടാക്കിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ നിന്നും അവർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് സംഘടിതമായ രൂപത്തിലേക്ക് WCC എന്നുള്ള രീതിയിൽ വികസിക്കുന്നു. ആ WCC പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ പരാതിയുമായി പോകുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഒരു പരാതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങി വെച്ച് ആ ശരി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയലാണ് പതിവ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ ആഴത്തിൽ കാണാനും പഠിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെൻറ്റും സംവിധാനവും ഉള്ളതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ നിലവിൽ വന്നത്. ആ കമ്മിറ്റിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ പിന്തുണ സംസ്ഥാന ഗവൺമെൻറ്, കേരള വനിതാ കമ്മീഷൻ, WCCയുടെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കേവലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതങ്ങനെ ചുരുങ്ങിപ്പോകുമെന്ന് കരുതാൻ എന്തായാലും ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റില്ല. കാരണം ഇത്രയും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് മുൻപോട്ട് തന്നെ പോകും. ഈ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ എന്തെന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള അന്വേഷണം ആ തൊഴിൽ മേഖലക്കകത്ത് നിൽക്കുന്ന ഇതിനകത്ത് പറയുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നാണ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യാവകാശം, മറ്റ് സ്ത്രീകളുടെ തുല്യത എന്നൊക്കെ പറയാൻ കുറച്ച് ഇപ്പോഴും മടിയുള്ള ആളുകളുണ്ടാകും. പക്ഷെ മനുഷ്യാവകാശം എന്നൊക്കെ പറയാൻ വളരെ സന്നദ്ധമായിട്ടുള്ള മനുഷ്യരുമുണ്ട്. അപ്പോൾ മനുഷ്യാവകാശത്തെ കരുതിയെങ്കിലും എല്ലാ ഇതിനകത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അവരവർ തൊഴിലെടുക്കുന്ന ഒരിടത്ത് നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുമെന്നും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്റ്റീവായിട്ടുള്ള ആലോചന നടത്തുമെന്നും ആ ആലോചനകൾക്ക് എന്തായാലും ആ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടി വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു തൊഴിലിടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവിടെ ലാൽകുമാർ, ഇത് ഇങ്ങനെ
വിവരാവകാശ കമ്മീഷൻ 63 പേജ് ഒഴിവാക്കി, നിരവധി പാരഗ്രാഫുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് 233 പേജായി പൊതുചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അത് അതേ മട്ടിൽ തന്നെ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ ഒരു പൊതുചിന്ത, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയൊരു മെസ്സേജുണ്ട്, പ്രമുഖരും പ്രബലരും അവരുടെ പേരുകൂടി വെളിപ്പെടുത്തിയാലല്ലേ ഈ റിപ്പോർട്ട് കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു ആലോചന ഒരുപക്ഷെ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. എന്നാൽ പോലും ആളുകളിൽ ഉണ്ടാവില്ലേ, അത് മാറ്റി നിർത്തുന്നു എന്ന പ്രശ്നം അതിനകത്ത് അപ്പോഴും അതും ചർച്ചയാണ്, നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാണ്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്തെല്ലാം തരം വെളിപ്പെടുത്തലാണ്, എത്രമാത്രം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞത് മുതൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ അത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നിശ്ചയമായും ഞാൻ ആലോചിക്കായിരുന്നു, ശരത്തേട്ടൻ്റെ മാധ്യമവർഗം അല്ലെങ്കിൽ വർഗം തന്നെയാണല്ലോ, മാധ്യമവർഗം എന്തൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പടച്ചുണ്ടാക്കി വിടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം തന്നെ അതിനൊരു വ്യക്തത വരുത്താമെന്ന് വരുന്നു. നോക്കൂ, താങ്കൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കുന്നു. റിപ്പോർട്ടുണ്ടാക്കിയ ശേഷം ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഇങ്ങനെ ഇത് പുറത്തുവിടേണ്ട കാര്യമല്ല, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, അതുകൊണ്ട് ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് അത് പുറത്തുവിടരുതെന്ന് പറയുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് യഥാർത്ഥത്തിൽ കമ്മീഷണറായിരുന്ന വിൻസെൻ്റ് എം പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന് പിൽക്കാലത്ത് പ്രഖ്യാപിക്കുന്നത്. അത് ഏത് രൂപത്തിൽ പുറത്തുവിടേണ്ട എന്നാണ് തീരുമാനിച്ചത്? അത് തീരുമാനിച്ചത് പുറത്തുവിടേണ്ടെന്ന് ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും, ആൾക്കാരുടെ മൊഴികൾ, ഇതിൽ നടന്നേക്കുന്ന പൂർണ്ണ രൂപത്തിൽ പേരും നാളുമുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ട എന്നുള്ളതാണ് അന്നത്തെ തീരുമാനം. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, വഴങ്ങിയേ പറ്റൂ. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ ആദ്യ പ്രതികരണം അങ്ങനെയാണെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്തതായി പോയോ, സർക്കാർ ഇത് മറച്ചുവെച്ചു എന്ന നിലയിലേക്കാണ്, അത് അന്വേഷിക്കണം എന്ന മട്ടിലുമൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പെരിഫറലാണ്. അദ്ദേഹം വളരെ ആലോചിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥ പല കാര്യത്തിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് അവിടെ നിർത്തുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്ത് എല്ലാം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇവിടെ ഈ പറയുന്ന പൂർണ്ണ രൂപത്തിലല്ലാതെ ഈ പറയുന്ന പ്രൈവസിയെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൈവസിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വെളിയിലേക്ക് വന്നുകൂടാ എന്ന് ഈ കാര്യത്തെ ഒരു ലീഡിംഗ് ലൈറ്റായി, ഒരു ടോർച്ച് ബെയറായി മാറിയത് കൈരളിയുടെ റിപ്പോർട്ടറാണ്, ലെസ്ലി ജോണാണ്. അത് കഴിഞ്ഞ ദിവസം ഇന്നത്തെ വാർത്തക്കിടയ്ക്കത് പറയുന്നതും കണ്ടു. കാര്യം എന്താ? അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പ്രൈവസിയെ മാനിക്കണം, ശരി, പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇത് കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കാൻ പാടില്ല. അത് ക്രിയാത്മകമായ രീതിയിൽ ആ ഇൻഡസ്ട്രിയെ ഉപകാരപ്പെടുന്ന രീതിയിൽ, ആരെയും പഴിചാരുക എന്നുള്ളത് മാത്രമല്ലല്ലോ ലക്ഷ്യം, അതിനുപരി ഇതിനൊരു ക്രിയാത്മകമായി ഏതെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് വരേണ്ടതാ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഇടപെട്ടത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ കഴിഞ്ഞ കുറച്ച് നേരങ്ങളായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, കുറച്ച് മണിക്കൂറുകളായി ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് നേരത്തെ കേസെടുത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ കേസെടുക്കാത്തത്, എന്താ ഈ കേസെടുക്കുന്നത് എങ്ങനെ പരിപാടി എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. നോക്കൂ, ഒരാൾ, ജനങ്ങൾ എന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഒരു കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് ഇതൊരു പഠനമാണ് സത്യത്തിൽ, കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് അവർക്കുണ്ടായ അനുഭവം വിശദീകരിക്കുന്നു. ആ വ്യക്തി സാധാരണഗതിയിലുള്ള നിയമപ്രകാരം ഇപ്പം ഒരാളെ മൊളസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നിരിക്കട്ടെ, അവർക്ക് IPC പ്രൊവിഷൻ പ്രകാരം പോലീസിനെ സമീപിച്ച് FIR ഇടാനുള്ള എല്ലാ അവസരങ്ങളും ഈ രാജ്യത്തുണ്ട്, ഈ സംസ്ഥാനത്തുണ്ട്. അത് പോകാതെ അവർ തന്നെ ഈ പറയുന്ന കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് അതിനകത്തൊരു റിഫോം വേണം എന്നുള്ളതുകൊണ്ടാണ്. അവർക്കൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊരു ലിറ്റിഗേഷന് അവർ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വ്യക്തമായി അവർ ഇതിന് മുന്നിൽ വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലർക്കും വരാൻ പറ്റില്ല, കാര്യം ആ ഇൻഡസ്ട്രിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരെല്ലാം പുറത്തു വിടണമെന്ന് പറയുന്നതിനോടും എന്ത് ലോജിക്കാവുള്ളേ? അതിനൊരു ലോജിക്കില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന് മാധ്യമപ്രവർത്തകർ പലരും പറയുന്നതാണ് ഇതൊക്കെ ഈ മൊഴിയൊക്കെ നോക്കി കേസ് എടുക്കണമായിരുന്നു. ആരാ കംപ്ലൈനന്റ്, ആരാണ് വിക്ടിം, ആരാണ് അഗ്രീവ്ഡ് പാർട്ടി, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളില്ലേ? ഇത് നമ്മൾ പറഞ്ഞാൽ XYZ എന്ന് പറഞ്ഞ് നമുക്ക് കേസ് എടുക്കാൻ പറ്റുമോ? അതാണ് സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്.
അദ്ദേഹം പറഞ്ഞത് ഒരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു, ഇതിനകത്ത് XYZനെതിരെ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ മുന്നിൽ പറയുകയാണ് ഇന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഒബ്വിയസ്ലി FIR വരും, ട്രയൽ നടക്കും, ആളെ ശിക്ഷിക്കും, എവിഡൻസ് റിക്കവറി എല്ലാം നടക്കും. പക്ഷേ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാൻ അവർ തന്നെ പ്രൈവറ്റായിട്ട് കൊടുത്തൊരു കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അവിടെയാണ് ഈ മാധ്യമ ഗൂഢാലോചന എന്ന് പറയുന്നൊരു കാര്യം. ഈ പണ്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ കുത്തിയിരുന്ന് ആലോചിച്ച് എന്തൊക്കെയോ പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇടപെടിയിലാണോ ഇവിടെ ആവശ്യം? അത് ഒന്ന്. രണ്ട്, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ ഈ മൊത്തത്തിൽ സർക്കാർ എന്ത് ചെയ്തു അടയിരിക്കുകയല്ലായിരുന്നു. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു മുന്നോട്ട് വന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് FIR ഇട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഈ രാജ്യത്ത് നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഡോർ സ്റ്റെപ്സിലേക്ക് അവർ വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് വരാത്തതിന് കാരണം അവർക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയെ, ഈ പറയുന്ന ക്രിമിനൽ ലോബിയെ പേടിയുണ്ട് എന്നുള്ളതാണ്. ആ ക്രിമിനൽ ലോബിയെ പേടിയുള്ളപ്പോൾ തന്നെ അവർക്ക് ഈ പറഞ്ഞ കാര്യം ഒരു റിലീസിങ് പോയിന്റ്, അവർക്ക് ഈ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാനുള്ള ഒരു റിലീസിങ് പോയിന്റും കൂടിയാണിത്. അവരിത് വന്ന് കമ്മിറ്റിയുടെ മുന്നിൽ പറയുന്നു. അത് കമ്മിറ്റി പേര് വെക്കാത്ത രീതിയിൽ ഇത് പുറത്തു കൊണ്ടിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലായല്ലോ ഈ ഇൻഡസ്ട്രി നടക്കുന്നത് എന്താണെന്ന്. X Y Z ഏത് സ്ത്രീ തന്നെ ആകട്ടെ, അവർ നേരിടാൻ സാധ്യതയുള്ള, അവരുടെ ഒരു പൊസിഷൻ അനുസരിച്ച് അവർ നേരിടാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റുന്നു. ഓക്കെ. പക്ഷേ ഇതിനൊക്കെ ഉപരി ഇപ്പം അവർക്ക് ടോയ്ലറ്റ് ഇല്ല, ആ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെടി സംസ്ഥാന സർക്കാർ നടത്തേണ്ടതായിട്ട് വരും. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിഫോംസ് നടത്തേണ്ടതായിട്ട് വരും. ഞാൻ അതിനൊന്നും നടക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഉപരി ഇതിനകത്തുനിന്നും വരേണ്ട ഒരു കോളിംഗ് ഉണ്ട്, ഒരു ഇന്നർ കോളിംഗ് ഉണ്ട്. കാര്യം ഇതിനകത്തെ സാമൂഹ്യ അന്തരീക്ഷം ഇതാണെന്നും അത് മാറേണ്ടതായിട്ടുണ്ടെന്നും ആ ഇൻഡസ്ട്രിയും കൂടെ വിചാരിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന സർക്കാരിന് ഇവരെ ഈ പറഞ്ഞ ഒരു റേപ്പ് അറ്റംപ്റ്റ് അതിനകത്ത് നടന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൊളസ്റ്റേഷൻ്റെ അറ്റംപ്റ്റ് നടന്നു, സർക്കാർ എങ്ങനെ അറിയും? സർക്കാരിന് ഒരു കാരണവശാലും ഇത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഇതിനകത്തുണ്ടാകണം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് അവർക്ക് ഈക്വാലിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് കിട്ടത്തക്ക രീതിയിൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാകാൻ അതിനകത്തൊരു ഇൻറ്റേർണൽ റിഫോമിൻ്റെ ആവശ്യമുണ്ട്. അതല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സർക്കാരിനെ പഴിചാരിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സർക്കാരിനെ പഴിചാരിക്കൊണ്ടിരിക്കാൻ മാത്രമേ കഴിയൂ. സർക്കാരിന് അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം നമ്മൾ പറയാം ഇത് ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചെയ്തായിരുന്നു, എങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത് ശരി, ആർക്കെതിരെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും. അങ്ങനെ ആ ഒരു വലിയ മാറ്റത്തിന് തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നു. ഇതിനകത്ത് വലിയ ഒരു റിഫോം ഇതിനകത്തുണ്ടാകും. കുറേ ആൾക്കാർ ഇതിനകത്ത് പുറത്തു വന്ന് പറയാൻ ചിലപ്പോൾ താല്പര്യപ്പെടും. ചില ആൾക്കാർ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് ഇതൊരു സിസ്റ്റമിക് ഡിഫിക്കൽട്ടീസ് ഇതിനകത്തുള്ളതുകൊണ്ട് അതിനകത്തൊക്കെ ഇടപെടാൻ ആൾക്കാർ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ അതിനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ മൊഴി കൊടുത്ത ആളുകൾ ഇന്ന് മാലാപാർവതി, ഞാൻ ശ്രീ ലിബർട്ടി ബഷീറിലേക്ക് വരാം, അദ്ദേഹം കൂടി എത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാലാപാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അവരൊക്കെ ആ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്ന ആദ്യത്തെ വാചകം തന്നെ ഇത് നിങ്ങളുടെ സ്വകാര്യതയെ ഹനിക്കുന്നതേ ആവില്ല, അത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും എന്ന ഉത്തമ വിശ്വാസം ആ കമ്മിറ്റി ഇവർക്ക് പകർന്നു കൊടുത്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യുന്നത്. അവരുടെ അറിവിലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞത് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാകാം. ഇതിനെയൊക്കെയാണ് കമ്മിറ്റി അവരുടെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രേരകമായ മൊഴികളാക്കി മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ട് ഇന്നിപ്പോൾ പൊതുചർച്ചയുടെ ഭാഗമായതോടെ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം വലിയ താല്പര്യം ഇതിനൊരു സ്പൈസി എലമെൻ്റ് ആണല്ലോ, അതിനെ എവിടെയെങ്കിലുമൊക്കെ ഒരു യെല്ലോ ജേർണലിസത്തിലേക്ക് വഴിമാറ്റാൻ കഴിയുമെങ്കിൽ അത് പരമാവധി ചെയ്യുക എന്ന് കരുതുന്നവരുമുണ്ടാകാം. പക്ഷേ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതൊരു കേസായി പോകുന്ന സാഹചര്യം വരും. ഇപ്പോൾ ഇതിലെ മറ്റ് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകളൊന്നും വന്നിട്ടില്ല. ഉന്നതർക്കെതിരെ മൊഴി വന്നു, അല്ലെങ്കിൽ മുതിർന്ന താരങ്ങൾക്കെതിരെ മൊഴി വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ എങ്ങനെ ഇവോൾവ് ചെയ്യാം ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് കൂടി എങ്ങനെ കാണുന്നു? ഈ റിപ്പോർട്ടിൻ്റെ 47ാമത്തെ പേജിൽ ഡാൻസേഴ്സിനെ സംബന്ധിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഡാൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ എഡമൻ്റായിട്ട് സിനിമ ഇൻഡസ്ട്രിക്കെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ സന്നദ്ധമായിട്ടില്ല. കാരണം അവരുടെ സംഘടനകൾ അതിശക്തമായിട്ട് അവരുടെ അംഗങ്ങളെ താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഡെലിബറേറ്റ്ലി സപ്രസിങ് ആണ് ഈ കാര്യങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന്, ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ റേപ്പ് തന്നെ നടന്നിട്ടുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ
അത് ചൈൽഡാണ്, ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിപ്പെടുത്തിയതെങ്കിൽ നിശ്ചയമായും കമ്മിറ്റി തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യണം. അത് ഏതൊരാൾക്കും പോക്സോ ആക്ട് നിയമപ്രകാരം അങ്ങനെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യണം. ചൈൽഡ് അല്ല, 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നേരെ നടന്ന ഒരു സെക്ഷൽ അബ്യൂസാണ് നടന്നതെങ്കിൽ അത് പോലീസിൽ പരാതിപ്പെടണോ, ഏത് രീതിയിലുള്ള റെമഡിയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും അവകാശവും ഈ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരിതുവരെ അവരുടെ വീട്ടുകാരോട് പോലും പറയാത്ത കാര്യമാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. കാരണം അത്രയും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മാനിക്കുമെന്നും ഇത് പുറത്തു വിടില്ല എന്നും അത്രയും ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്ത്രീകൾ ഇന്നേ വരെ ആരോടും പറയാത്ത കാര്യങ്ങൾ ഈ കമ്മിറ്റിയുടെ മുൻപാകെ വെളിപ്പെടുത്താൻ സന്നദ്ധമായത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതുപോലെ തന്നെ പിന്നെ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ IC-ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പലതരത്തിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് പരാതിയുമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന പരാതിക്കാരികൾ അവരാദ്യം ആവശ്യപ്പെടുന്നത് ഇത് പോലീസിലേക്ക് ഒരു കാരണവശാലും പോകരുത്, ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം IC എൻക്വയറിയുടെ ഭാഗമായിട്ട് പ്രിലിമിനറി എൻക്വയറി തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത് പോലീസിലേക്ക് അയക്കണോ വേണ്ടിയോ. അത് ഡിസ്ക്രീഷൻ ഓഫ് ദാറ്റ് ലേഡിയാണ്, കംപ്ലൈനൻ്റാണ്, വിക്ടിമായിട്ടുള്ള ആളുടെ ഡിസ്ക്രീഷനാണ്. ഞാനിത് പോലീസിൽ പരാതിപ്പെടണോ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെമഡി മാത്രം മതിയോ. ഞങ്ങളൊക്കെ എഴുതി വാങ്ങിക്കും, കാരണം പിന്നീട് ഇത് പോലീസിലേക്ക് അയച്ചില്ല എന്നുള്ള ആക്ഷേപം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കമ്മിറ്റിയിൽ ഈ തൊഴിലിടത്തു നിന്ന് മാത്രം എനിക്ക് റെമഡി കിട്ടണം അയാളിൽ നിന്ന് എന്നുള്ളതാണെങ്കിൽ പോലീസിലേക്ക് അയക്കണ്ടെന്ന് അവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പോക്സോ ആക്ടിൻ്റെ ഒരു പൊതു നിയമമാണ് തോന്നുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ തലയിലുള്ളത്. ഇങ്ങനെയൊന്ന് കേട്ടാൽ അപ്പോഴത്തേക്ക് അതങ്ങ് പോലീസിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. മീറ്റു ഉൾപ്പെടെയുള്ള ക്യാമ്പയിനുകൾ ഇവിടെ വന്നത് അതല്ലാത്ത മാർഗത്തിലും ഉള്ളിൽ നിന്ന് ഇപ്പോഴും ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവത്തെ നിയമത്തിൻ്റെ മാർഗത്തിലല്ലാതെയും അവർക്ക് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് മീറ്റു ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരി ആവുന്നത് എന്നും ആവണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് എന്നുള്ള ഒരു മര്യാദ പോലും പാലിക്കാതെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ മിനിമം മര്യാദ മാധ്യമപ്രവർത്തകർ സ്വന്തം ജീവിതം കയ്യിൽ പിടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിയെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി സന്നദ്ധമായ അവരെ ഒന്ന് ബഹുമാനിക്കൊന്നും വേണ്ട, പക്ഷേ അവരോട് കാണിക്കേണ്ടുന്ന ഒരു മിനിമം മര്യാദ കാണിക്കണം. ആ കാണിക്കാതെയാണ് ഇപ്പം ഈ പറയുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് ഒരു നിലയ്ക്കും സ്ത്രീപക്ഷ നിയമങ്ങളെയോ സ്ത്രീവാദങ്ങളെയോ സ്ത്രീകളുടെ ശാക്തീകരണ പ്രക്രിയയോ ശക്തിപ്പെടുത്തുമെന്ന് നമ്മൾ കരുതണ്ട. അവർക്കിതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാവട്ടെ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കകത്ത് ആത്മവിശ്വാസം അവർക്കുണ്ടായി അവരുടെ കരിയറിനെ ഇത് ബാധിക്കില്ല എന്ന് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മാധ്യമപ്രവർത്തകർക്ക്, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഫിലിം ഇൻഡസ്ട്രിക്ക് എന്നൊക്കെ ആലോചിക്കൂ. എന്നിട്ട് അവരെ പരാതിക്കാരികളാക്കാനുള്ള ധൈര്യത്തിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പേജ് മുറിച്ചെടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലീസിന് ആക്ഷനൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് പരാതിക്കാരി തന്നെ നിശ്ചയിക്കണം അവർക്ക് പരാതിപ്പെടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അത്തരത്തിലേക്ക് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ ഇൻഡസ്ട്രിക്കകത്ത് വരുത്താനുണ്ട്, അതിലൊന്നും താല്പര്യപ്പെടാതെ നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ ഇത്തരം യെല്ലോ ജേർണലിസത്തിലേക്ക് മാത്രം അതിനെ പരിമിതപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ ആഴത്തിൽ ആലോചിക്കുന്ന മനുഷ്യർ ആഗ്രഹിക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച കാണുന്ന മനുഷ്യരെങ്കിലും ഇത്തരം വസ്തുതകൾ കൂടി മനസ്സിലാക്കട്ടെ എന്നോർത്ത് അക്കാര്യങ്ങൾ കൂടി സംസാരിച്ചു പോകുന്നത്. ഞാൻ ശ്രീ ലിബർട്ടി ബഷീറിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടി. ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 2019 ഡിസംബർ 31-നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പാകെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത്. 3 അംഗങ്ങളാണ്. അതിനുശേഷം 2020 2-ാം മാസം ഫെബ്രുവരി മാസം 19-ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്തെഴുതുന്നു. ആ കത്ത് പോകുന്നത് റാണി ജോർജിനാണ്, ശ്രീമതി റാണി ജോർജ് IAS-നാണ്. അവർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആ കാലത്ത്, സാംസ്കാരിക വകുപ്പിൻ്റെ. ആ കത്തിലാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഓർക്കേണ്ടത് 2020-ലാണ്. 19 ഡിസംബറിൽ കൊടുത്ത റിപ്പോർട്ടിനെ തുടർന്ന് 2 മാസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ജസ്റ്റിസ് ഹേമ എഴുതുന്നത് ഈ റിപ്പോർട്ട് പലരുടെയും സ്വകാര്യ വിവരങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കൃത്യമായി പറയുകയാണ്. അതിന് സുപ്രീം കോടതി പ്രൊസീഡിങ്സ്, ജഡ്ജ്മെൻറ്റുകൾ എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടാണ് ആ നിലയിലുള്ള ഒരു സമയം. ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് ദ നീഡ് ടു കീപ് ദ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് sexual assault, harassment and abuse which were disclosed to the community by various women in privacy.
ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആ നിലയിലൊക്കെ എടുത്തു എന്ന് ഉത്തരവാദപ്പെട്ട ജസ്റ്റിസ് ഹേമ തന്നെ പറയുമ്പോൾ ഒരു സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? മാത്രവുമല്ല 2020 ഒക്ടോബർ 22-ന് 2020 ഫെബ്രുവരിയിലാണ് ജസ്റ്റിസ് ഹേമ സർക്കാരിന് എഴുതുന്നത്. 2020 ഒക്ടോബറിൽ വിൻസൻ എം പോൾ വിവരാവകാശ കമ്മീഷൻ പൂർണ്ണമായും ആ അപ്പീൽ അല്ലെങ്കിൽ ആ ഹർജി നിരാകരിച്ചു, നൽകാൻ കഴിയില്ല ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ മാനദണ്ഡങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങൾ അതിൽ ഒരു നിലപാട് സ്വീകരിച്ചു. പകരം സർക്കാർ ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ സിനിമാ മേഖലയെ നവീകരിക്കാമെന്ന നിലയിലേക്കുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് അപ്പീലിൽ ഇത് നൽകാം എന്ന വ്യത്യസ്തമായൊരു നിലപാട്, അപ്പോഴും എന്താണ് കമ്മീഷൻ പറഞ്ഞത്? ഇതാകെ കൊടുക്കാമെന്നല്ല. വിവരാവകാശ കമ്മീഷന് അപ്പീൽ പരിഗണിച്ചപ്പോൾ അതിലെ 63 പേജുകൾ നീക്കം ചെയ്ത് ജസ്റ്റിസ് ഹേമ പറഞ്ഞതുപോലെ, വിവരാവകാശ കമ്മീഷൻ വിൻസനം പറഞ്ഞതുപോലെ അതിൻ്റെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങളാകെയും മാറ്റിവെച്ചിട്ടാണ് നൽകാം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അതാണ് ഹൈക്കോടതി ശരിവെച്ചത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ആണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് മാധ്യമപ്രവർത്തകർ, യാതൊരു സംശയവുമില്ല. പകരം ആ ഭാഗത്തെ ആകെ തമസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് മറച്ചു പിടിച്ച് വ്യത്യസ്തമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് മുമ്പ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഇതിനെ സമീപിക്കുമ്പോൾ ചില പിശകുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെയല്ലേ പറയാൻ കഴിയും? ഞാൻ അതിലൊരു പൂർണ്ണ നിലപാട് അല്ലെങ്കിൽ അന്തിമമായി പറയേണ്ട ആളുമല്ല, അതവിടെ നിൽക്കട്ടെ. ശ്രീ ലിബർട്ടി ബഷീർ, എന്തൊക്കെയാണ് സർ അങ്ങ് കൂടി വർഷങ്ങളായി നിലകൊള്ളുന്ന മലയാള സിനിമയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് കേൾക്കുന്നത്, പറയുന്നത് എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിലില്ലേ? അങ്ങേയറ്റം അപമാനകരമായ ഒരു വനിതാ കമ്മീഷൻ പ്രയോഗിച്ചൊരു വാചകമുണ്ട്, അധപ്പതിച്ച അവസ്ഥയിലാണ് എന്ന് പറയുന്ന നിലയിലായി മലയാള സിനിമ ഈ റിപ്പോർട്ടോടെ മാറിയോ? എന്താണ് താങ്കൾക്ക് ഇതിലെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തോന്നിയത്? സ്വന്തം അനുഭവത്തിൽ നിന്നും കേട്ടതിൽ നിന്നും ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ പറയുന്നതിൽ നിന്നും ഒക്കെ തോന്നിയത് എന്താണ്? ശരത്തെ, നമ്മൾ ഈ ഏമ കമ്മീഷൻ്റെ 2019 ഏമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. നേരത്തെ ഇപ്പം പറഞ്ഞ മുഖ്യമന്ത്രി കൊടുത്താലും കാര്യം ശരിയാണ്. അതിനു മുമ്പായിട്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഇതേ ഒരു റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിലേക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഒരു കമ്മീഷൻ വെച്ചതും അദ്ദേഹം ഇതേമാതിരി തന്നെ ഒരു റിപ്പോർട്ട് അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള അനുവാദത്തോട് കൊടുത്തിട്ടും അയിമേലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഏമ കമ്മീഷനിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അതിൽ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, മറ്റേ വിവരാവകാശ കമ്മീഷന്മാരെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഏമ കമ്മീഷന് വെച്ചതെന്ന് ഒരു അഡ്വൈസ്. അതിൽ പല കാര്യങ്ങളും ഏമ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിന് സ്വീകരിക്കാമായിരുന്നു. നമുക്കെല്ലാം പരിചയമുള്ള മുഖ്യമന്ത്രിയാണ്, വകുപ്പ് മന്ത്രിയാണ്. അതിൽ നിർദ്ദേശങ്ങൾ മാത്രമില്ല, ഒരിക്കലും അത് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനും 5-6 ദിവസം പോയിട്ട് അവിടെ ഏമ കമ്മീഷന് മുമ്പേ മൊഴി കൊടുത്ത വ്യക്തിയാണ്. എന്നോട് പറഞ്ഞത് ഈ എന്ത് പറഞ്ഞാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇതൊന്നും പുറത്തു പോവില്ല, ഈ നാളെ പേരും പുറത്തു പോവില്ല, കാര്യവും പുറത്തു പോവില്ല എന്ന്. അവർ രണ്ടാമത് കൊടുത്ത ലെറ്ററും കറക്റ്റ് തന്നെയാണ്. ആ ഇത് കൊടുക്കാൻ പാടില്ല 100% ശരി തന്നെയാണ്. പിന്നെ നമ്മളെ മാധ്യമങ്ങളും നമ്മളെ WCC ഇത് വേണം എന്ന് മറുപടി കൊടുത്ത സമയത്ത് ഗവൺമെൻറ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിന് ഇനിമേൽ ഈ 2019 മുഖ്യമന്ത്രിക്ക് കിട്ടിയ സമയത്ത് തന്നെ അതിലുള്ള ചില പല നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇത് കാലകാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. വാതിൽ മുട്ടും, മറ്റേ രാത്രി ഡയറി വസ്തുക്കളായിട്ട് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും, പിന്നെ കുറേ കാര്യങ്ങൾ ഭക്ഷണം കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നത് വെറുതെ വലിയ ലൊക്കേഷനിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഭക്ഷണം കിട്ടാത്ത ഭക്ഷണം വെള്ളവും കിട്ടൂല എന്നല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സാധാരണ നിസ്സാരമായ കാര്യമാണോ? ഒന്ന്. രണ്ട് ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാമർശങ്ങളല്ലേ ഈ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ ഈ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകൾ സഹിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ സ്ത്രീകൾക്കുണ്ടാകുന്നു. വസ്ത്രം മാറാൻ ശരിയായ ഇടമില്ലാത്ത അവസ്ഥ വരുന്നു. ഇതൊക്കെ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ എന്താണ് വളരെ ആദരവ് നേടിയ ഒന്നായി മലയാള സിനിമ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമാ മേഖല ഇങ്ങനെ കൂടിയാണ് എന്ന് വരുന്നത് എന്തൊരു അപമാനകരമായ അവസ്ഥയാണ്. ശരത്തെ, 5 വർഷം മുമ്പേ നടന്ന സംഭവമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് 5 വർഷം മുമ്പേ നടന്ന കാര്യങ്ങളാണ് അന്ന് മൊഴി കൊടുത്തത്. ഇപ്പം പല മാറ്റങ്ങളും ഇപ്പം ലോകം മാറുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ സിനിമയിലും ഒരു 100% ഞാൻ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നില്ല, ഒരു 50-60% മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സിനിമയിൽ. ഇപ്പോഴത്തെ ഈ
മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും അല്ല, അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ 19 കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ കുറെ കൂടി ഫലപ്രദമായി ഈ പറഞ്ഞ ആഭ്യന്തര പരാതി പരിഹാര സെൽ, ഇന്റേണൽ കമ്മിറ്റികൾ വന്നില്ലേ ഓരോ ഷൂട്ടിംഗ് സെറ്റിലും, ഓരോ തൊഴിലിടം എന്ന നിലയിൽ? ശ്രീ ലിബർട്ടി ബഷീർ, ഇന്റേണൽ കമ്മിറ്റി കൊണ്ട് അവരൊന്നും എല്ലാ ലൊക്കേഷനിലും പോകുന്നില്ലെങ്കിലും അവിടെയുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെല്ലാം ഒരു നിയന്ത്രണമുണ്ട്. ഇവിടെ ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവിടെ അയാളത് ഇത് നിയന്ത്രിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാൽ മൊത്തം തകരാറ് പറ്റും, മൊത്തം കൊഴിയാൻ പറ്റും. അവിടെ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ലൊക്കേഷനിൽ ഒന്നും സംഭവിക്കില്ല. ഇന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ രാത്രി അതിന് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് അവരുടെ വെളിയിട്ടൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ വല്ലപ്പോഴും വല്ല സ്ഥലത്തെല്ലാം പല റൂമുകളിൽ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. പല ലൊക്കേഷൻ ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനിലൊന്നും ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല. കാരണം എല്ലാം ചുറ്റും എപ്പോഴും ശ്രദ്ധ തരുന്ന സ്ഥലമാണ്. ഉള്ളോട്ടെല്ലാം പോയി പല ലൊക്കേഷനിൽ ഷൂട്ടിങ് പോകുന്ന സമയത്തെല്ലാം ഇതൊക്കെ സംഭവിക്കും. ഇങ്ങോട്ട് പറഞ്ഞാൽ മൂത്രയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് ആയ ഒരു ബാത്റൂം ഉണ്ടാവും, അവിടെ വണ്ടി പോവില്ല, ഈ എല്ലാവർക്കും വണ്ടി കൊടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് 1-2 ആർട്ടിസ്റ്റുകൾക്ക് വണ്ടി കൊടുക്കും. അതൊക്കെ ഇന്നും നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം പരിഹാരം കാണുമെങ്കിൽ ശരത്ത്, ഗവൺമെൻറ്റിൻ്റെ അന്ന് പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി പ്രത്യേകം പറഞ്ഞാൽ ഗവൺമെൻറ്റിന് അധികാരം വേണം. ഈ മലയാള സിനിമയുടെ മേലെ ഗവൺമെൻറ്റിന് ഒരു പിടുത്തം വേണം. അത് ഇന്ന് വരെ സംഘടനകളുടെ എതിർപ്പുണ്ട്. അന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി അത് മുതിർന്ന സമയത്ത് തന്നെ അത് തടസ്സം വന്നതാ. ശരി, ഞാൻ താങ്കളെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇത് വേണം. സമയത്ത് തന്നെ അതായത് മലയാള സിനിമയിലെ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയും ഒക്കെ ആയിട്ടുള്ള ലിബർട്ടി ബഷീർ തന്നെ പറയുന്നത് ഇക്കാര്യങ്ങളിൽ സർക്കാരിന് കുറെ കൂടി നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു അനുഭവമാണ്. കാരണം പ്രശ്നങ്ങളുടെ ഒരു വലിയ തീവ്രതയോ തോത് കുറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴും സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയും ഇടപെടലിനും നിയന്ത്രണത്തിനും ഒരു ആവശ്യകത മലയാള സിനിമയുടെ മേഖലയിലുണ്ട് എന്നാണ്. അപ്പോൾ ലാല്, അങ്ങനെ അത് വളരെ ആ മേഖലയിലുള്ളവർ തന്നെ പറയുമ്പോൾ പൂർണ്ണമായി എല്ലാവരും പറയുന്ന നിലയില്ല കേട്ടോ. അത് നമ്മളിപ്പോൾ കാണണം. ഇത്രയും നേരമായിട്ടും ആ സിനിമാ മേഖലയിലെ സംഘടനകളുടെ നിലപാട് എന്തെന്നൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ 19 ഈ റിപ്പോർട്ടിനെ തുടർന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതിനെ തുടർന്നാണ് ഇന്റേണൽ കമ്മിറ്റികളൊക്കെ വന്നു തുടങ്ങിയത്. ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള, ഞാൻ അതിൻ്റെ വിശദാംശം പറയണ്ടല്ലോ, ലാലിനറിയാമല്ലോ, സംവിധാനങ്ങൾ വന്നു. അപ്പോൾ തന്നെ വനിതാ കമ്മീഷൻ പറഞ്ഞു ചിലയിടത്ത് അതിൽ ഒരു എക്സ്റ്റേണൽ മെമ്പറില്ല, പുറത്തു നിന്നൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത പോലുള്ള പ്രശ്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതവരുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാഭാവികമായും ലിബർട്ടി ബഷീർ പറഞ്ഞു ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടുകൂടി കാര്യങ്ങൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് വളരെ ഗൗരവവും ഗുരുതരവുമാണോ അതിലെ പല പരാമർശങ്ങളും പരിശോധിച്ചാൽ? നിശ്ചയമായും. നോക്കൂ, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കണ്ട ഒരു യുവ നടൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, സ്ത്രീകൾ പൊതുവെ നേരിടുന്ന പ്രശ്നമല്ലേ, അതുപോലെ അല്ലേ ഇവിടെയുമുള്ളൂ, മറ്റൊരു സ്ഥലത്തെ പോലെ അല്ലേ ഇവിടെയുമുള്ളൂ എന്നുള്ളതാണ് പ്രാഥമികമായി അദ്ദേഹം ഉന്നയിക്കാൻ, അതിനെ ഒരു സാമാന്യവൽക്കരിക്കാൻ നോക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. നോക്കൂ, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഹേമ കമ്മിറ്റി പരിശോധിച്ചിരിക്കുന്നത്. ആണോ? അല്ല. ഹേമ കമ്മിറ്റി പരിശോധിച്ചിരിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇന്നത്തെ ചർച്ച സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ല സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചല്ല. സമൂഹത്തിൽ സ്ത്രീകൾ പ്രശ്നം നേരിടുന്നുണ്ട്. ആ പ്രശ്നം നേരിടുന്നതിൽ ഈ പറയുന്ന സർക്കാരിന് പോലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി വെക്കണമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രശ്നം വളരെ എവിഡൻ്റായിട്ട് അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടക്കുകയും അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം, അല്ലേ? അത്ര രീതിയിൽ ഈ പറയുന്ന ഇടപെടൽ നടക്കുകയും അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പുറത്തു പോകേണ്ടി വരികയും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലുണ്ടായ ഒരു ഔട്ട്ക്രൈയുടെ പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി. അങ്ങനൊരു, അപ്പോൾ പറഞ്ഞല്ലേ ഇവർ ചോദിക്കുന്ന ചോദ്യം മറ്റുള്ളിടത്ത് ഇല്ലേ? മറ്റുള്ളിടത്ത് ഇല്ല എന്നാരും പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരുള്ളിടത്തെല്ലാം ഈ സാധനം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ഒരിടത്തും പറയത്തില്ല. പക്ഷേ അതല്ലല്ലോ നിങ്ങളുടെ ലക്ഷ്യം.
നമ്മുടെ ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് ഈ ഓളാഞ്ചാത്തി ന്യായം ഒന്നും പറഞ്ഞ് നമ്മൾക്ക് പറഞ്ഞു നിൽക്കണ്ട, നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന വളരെ ഗൗരവമായിട്ട് വേറൊരു വിഷയമുണ്ട്, റെമ്യൂണറേഷൻ. ഈ ആളെ വിളിച്ച് ഒരു ഓറൽ കോൺട്രാക്ട് കൊണ്ടുവന്ന് ഒരു ഓറൽ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 50,000 രൂപ കൊടുക്കാമെന്ന് പറയുക. അത് അവസാനം വീട്ടിൽ പൊക്കോ, പരിപാടിയെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ പൊക്കോളാൻ പറയുക. ഇതെങ്ങനെയാണ് ഇയാൾക്കൊരു ലിറ്റിഗേഷന് പോലും യഥാർത്ഥത്തിൽ പോകാൻ പറ്റത്തില്ല. കാര്യം ഓറൽ കോൺട്രാക്ട് എങ്ങനെ പ്രൂവ് ചെയ്യും? എളുപ്പമല്ല അത് പ്രൂവ് ചെയ്യുക. അപ്പം അത്രത്തോളം മോശമായ ഇടപെടൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അല്ല, അത് ആ കമ്മീഷൻ തന്നെ പറയുന്നു, സ്ത്രീ മാത്രമല്ല പുരുഷനും പല നിലയ്ക്കും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പ്രതിഫലം എന്നത് പുരുഷനെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മീഷന്റെ ശുപാർശയിൽ ഒന്നാമത്തത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ ആഡിക്വേറ്റ് റിട്ടേൺ കോൺട്രാക്ട് ഇൻ സിനിമ എന്നവർ എഴുതി വെച്ചിട്ടുണ്ട് റെക്കമെൻഡേഷൻസിൽ ഒന്നാമത്തതായിട്ട്. രണ്ടാമത്തത് കൂടി അതുകൊണ്ട് പറയാം, റെഗുലേറ്ററി കമ്മീഷൻ പോലെ ഒരു സംവിധാനത്തെക്കുറിച്ച് അത് നോക്കൂ, അത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മുതലാളിയാണ്. കാര്യം മുതലാളിമാരെ ഇത് ഹിറ്റ് ചെയ്യും. ഞാൻ മുതലാളിനെ വിളിക്കത്തുള്ളൂ. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓറൽ എഗ്രിമെൻ്റാണ് അവർക്ക് സേഫ്. കാര്യം പിന്നീട് കൈമലത്താവല്ലോ. ഈ ആൾക്കാർക്ക് ഒരു സാധ്യത അല്ലെങ്കിൽ ഒരാൾക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിനകത്ത് കടന്നു വരാനായിട്ടുള്ള ശ്രമം, അതിനൊക്കെ ആദ്യ ആൾക്കാർ ഇച്ചിരി റെമ്യൂണറേഷൻ കുറവാണെങ്കിലും ജോലി ചെയ്തേക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അത് എക്സ്പ്ലോയിറ്റേഷനായി മാറുന്നു. അതിനും കടന്നുപോയി സെക്സ്പ്ലോയിറ്റേഷനായി മാറുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് നോക്കൂ, നമുക്കെന്താണ് ഈ കാര്യത്തിൽ ഇടപെടാൻ അവകാശം എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് കൊടുത്ത് കാശ് കൊടുത്ത് സിനിമ കാണുന്നവൻ്റെ അധികാരം തന്നെ. അങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ ഇവരെ നിലനിർത്തുന്നത് നമ്മൾ മേടിക്കുന്ന ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇടപെടും, നമ്മൾ ചോദ്യം ചെയ്യും. മറ്റുള്ളതിനെ പോലെ അല്ലേ എന്ന് ചോദിച്ചൊന്നും ഒഴിവാക്കാൻ നിൽക്കണ്ട. അത് നമ്മൾക്ക് നടക്കുന്ന കാര്യമല്ല. ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഈ പറഞ്ഞ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കകത്ത് കൊടുക്കുന്ന വിഷയം അത് വേറെ ആൾക്കാരുടെയിലോട്ട് ചെല്ലുമെന്ന്. അതേ സംസ്കാരമാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ മുന്നിൽ കൊടുത്തിരിക്കുന്ന ഓറൽ എവിഡൻസിന് ആ ക്രെഡിബിലിറ്റി ഉള്ളതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവരുടെ ക്രെഡിബിലിറ്റി അല്ല സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കുള്ളത്. ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആരാണ് അവർ വിചാരിച്ചിരിക്കുന്നത്? അവരെ ഇതിനകത്ത് ഏൽപ്പിച്ച് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പം അവിടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആ ജഡ്ജിന് തന്നെ തോന്നി മുഖ്യമന്ത്രിക്ക് എഴുതുകയാണ്. ഇവർക്ക് കൊടുക്കുന്ന കംപ്ലൈന്റ് ആദ്യം ചെല്ലുന്നത് നായകന്മാരും ഈ ലോബിയുടെ കീഴിലാന്ന് ഇന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സംസ്കാരമാണ് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാവരെയും പുറത്തു വിട്ടേക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ആൾക്കാരെ കുറേ പേരുടെ പേര് വന്നിട്ടുണ്ട്. അവരെ എല്ലാം കമ്മിറ്റി കേട്ടിട്ടില്ല. കമ്മിറ്റി എൻക്വയറി നടത്തി ഈ ആൾക്കാരെ ശിക്ഷിക്കാനുള്ള കമ്മിറ്റി അല്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരെ കേൾക്കാതെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലാത്തത് നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ചുമ്മാ റിപ്പോർട്ട് ഒരാളുടെ പേരിൽ വെച്ച് ചുമ്മാ പുറത്തുവിടാൻ പാടില്ല. അതിനകത്തൊരു ശരികേടുണ്ട്. ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടിക്ക് ആദ്യം ഇവിടെ വ്യക്തമായി പറഞ്ഞല്ലോ, അഗ്രീവ്ഡ് പാർട്ടിക്ക് നമുക്ക് ഒത്തിരി നിയമമുണ്ട്. കൂടുതൽ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് കറക്റ്റായിട്ട് പോലീസിലൊരു കംപ്ലൈൻറ്റ്, ഒരൊറ്റ പേപ്പറിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പ വരയ്ക്കും ഈ പറയുന്ന നായകനും പ്രതിനായകനും ഒക്കെ. പക്ഷേ അവരത് പ്രിഫർ ചെയ്യാത്തതിന് കാരണം അവർക്ക് ആ ഇൻഡസ്ട്രി നിൽക്കണം. അത് അവരുടെ ഗതികേടാണ് കേട്ടോ, അവരുടെ ഗതികേടാണ്. അവർക്ക് ആ ഇൻഡസ്ട്രി നിൽക്കണം, ഒരു കരിയർ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിന് കോംപ്രമൈസ് ചെയ്ത് ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നടത്തി മുന്നോട്ട് നീങ്ങാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ ചോദിക്കാൻ ഒരു വലിയ പൊതുസമൂഹമുണ്ട്. നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം അല്ല ഇവിടെ ആൾക്കാർ നിൽക്കാൻ പോകുന്നത്. പൊതുസമൂഹം എന്നുള്ള രീതിയിൽ, മാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ ഓരോ ഈ പറയുന്ന ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒരുപാട് പേരുണ്ട്. ഇവരെ അങ്ങ് വെറുതെ ഇവിടെ ഒന്നും വിചാരിക്കാൻ വേണ്ട. ശരി, ഇവിടെ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം സിനിമാ ലൊക്കേഷനുകളിലെ ഷൂട്ടിംഗ് സെറ്റുകളിലെ IC എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ താരസംഘടന പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സംഘടനയിൽ അതുണ്ട് എന്ന മട്ടിലൊരു മറുപടിയാണ് കൊടുത്തത്. അതിനെ കമ്മിറ്റി നിരാകരിക്കുകയല്ലേ? ആ അർത്ഥത്തിൽ അവരുടെ ഒരു നിലപാട്, അവരൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഓരോ ഷൂട്ടിംഗ് സെറ്റിലും ഇത് ഉണ്ടാകണമെന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ലെന്ന്, ഞങ്ങളുടെ സംഘടനയ്ക്ക് അതുണ്ട് എന്ന് പറയുന്ന നിലയിലേക്ക് ഇതിൻ്റെ ഒരു ഗൗരവത്തെ ഉൾക്കൊള്ളാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ആ സംഘടന ശ്രമിച്ചില്ല എന്നതിൻ്റെ തെളിവായി അത് മാറുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ ഇതിനകത്തും പറയുന്നുണ്ട്, മറ്റുള്ള ഇടങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലുള്ള കാര്യങ്ങളല്ലേ ഇവിടെയുള്ളൂ എന്ന നിലയിലേക്കുള്ളൊരു നറേറ്റീവ് നൽകാൻ കമ്മീഷന് മുമ്പാകെ വന്നവർ പലരും നടത്തിയിട്ടുണ്ട്.
പക്ഷേ ഈ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം അതിക്രമിച്ച് കടക്കുന്ന രാത്രികളിൽ കടക്കുകയും ഭയപ്പാടോടെ കഴിയേണ്ടിയും വരുന്ന അവസ്ഥയെക്കുറിച്ച് സ്ത്രീകൾക്ക് കഴിയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് കമ്മീഷൻ പറയുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ കമ്മീഷൻ പറയുന്നുണ്ട് മറ്റൊരു മേഖലയിലും സമാനമായ ഒരു അവസ്ഥയില്ല. പക്ഷേ ഇവർ പലരും പറയുന്നൊരു കാര്യം എല്ലായിടവും ഉള്ളതുപോലെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും അല്ലേ ഇവിടെ ഉള്ളൂ എന്ന നിലയിലേക്ക് ഒരു പൊതുവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനത്തെ സ്ത്രീകളുടെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമോ വിമർശനമോ അതിരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ അതുകൂടി കൊണ്ടുവരാം. സിനിമയിൽ തന്നെ ഇന്നടക്കം വിജയിച്ചു നിൽക്കുന്ന കുറേയേറെ സ്ത്രീകളുണ്ട്, വളരെ സജീവമായി നിൽക്കുന്ന സ്ത്രീകളുണ്ട്. കമ്മീഷൻ്റെ ഓരോ നിഗമനങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്ന സ്ത്രീകളെ കൂടി ഡിസ്ക്രെഡിറ്റ് ചെയ്യില്ലേ എന്നൊരു പ്രശ്നമില്ലേ? അവരെ ഈ പറഞ്ഞ നിലയിലേക്കൊക്കെ കാണാനോ ചിത്രീകരിക്കാനോ സമൂഹം ശ്രമിക്കും എന്നൊരു പ്രശ്നം അവരും നേരിടില്ലേ? ഇതിൽ ഈ അവസാനം പറഞ്ഞ കാര്യം ഈ പറയുന്ന പോലെ എന്താ പറയേണ്ടത്, ഞാൻ സോറി ഒന്ന് എന്നോട് പ്ലീസ് ഒരു നിമിഷം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സജിതാമഠത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഒരു സീനിൻ്റെ ഇടയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ട്. സജിത ഒന്ന് നമുക്കൊരു ചെറിയ റിയാക്ഷൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് വരാം. സജിത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ഈ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ആയതുകൊണ്ട് അതിന് ശേഷം വന്ന മാധ്യമവാർത്തകളൊക്കെ ശ്രദ്ധിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ തന്നെ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എത്രമാത്രം അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ഡ്രാമയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇനിയാണ് ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഒരു പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. കാരണം അതാണ് ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ റിപ്പോർട്ടിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ആളുകളുടെ പേരുകളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ധാരാളം എന്താണ് ഇഷ്യൂസ്, അത് വെയ്ജ് ബാറിനെ കുറിച്ചിട്ടാണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തതിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, അല്ലാതെ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ചിട്ട് സ്ത്രീകൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ള പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ പോളിസീസ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് കോൺക്ലേവ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കോൺക്ലേവും ആരാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്? ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിലാണെങ്കിലും അതിന്റെ പ്രധാന കാർമ്മികരായി നിൽക്കാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കമന്റ് പോലും പറയാത്ത ആൾക്കാരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിലെ സജിത, അത് ശരിയാണ്, ആ വിമർശനം നിങ്ങൾക്ക് പരസ്പരം ഉള്ളത് ശരിയാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അത് നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിലയിലല്ലേ പോകാൻ കഴിയൂ? അവരടക്കം, ആ സംഘടനകളടക്കം ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരടക്കം പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇതിനും അപ്പുറം ഇപ്പോൾ ഈ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നതിനും അപ്പുറം എത്രയോ നൂറുകണക്കിന് സ്ത്രീകൾ ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊന്നും ഈ കമ്മീഷന് മുമ്പാകെ വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരെയും കേട്ട് ഈ കമ്മീഷൻ്റെ ശുപാർശകൾ ആ നിലയിലൊക്കെ അങ്ങനെയല്ലേ ഒരു വിശാലമായ നിലയിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം സാധ്യമാകും. അത് WCCക്കും സർക്കാരിനും ഇടയിൽ മാത്രം ചെയ്യേണ്ട ഒന്നുമല്ലല്ലോ. ഇങ്ങനെ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാചകം കൂടി ഈ എന്താ, ഞാൻ വാർത്ത കണ്ടാണ്, എനിക്ക് അതിനപ്പുറത്തേക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ചോദിക്കട്ടെ, WCCയുടെ ഏതോ ഒരു സ്ഥാപക അംഗത്തിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് കമ്മിറ്റി പറയുന്ന നിലയിൽ വാർത്തകളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് അതിനെ പറ്റിയിട്ട് അവര് ചില ഈ മെമ്പേഴ്സിൽ ഒരാള് അങ്ങനെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അത് ആരാണെന്നോ എന്താണെന്നോ, കാരണം ഇത് എല്ലാവരും ഞങ്ങൾ ആരും തന്നെ ഒന്നിച്ചിരുന്നിട്ട് റിപ്പോർട്ട് എവിഡൻസ് കൊടുത്തതല്ലല്ലോ. എല്ലാവരും ഇൻഡിവിജ്വലി ആണല്ലോ സംസാരിക്കുന്നത്. അപ്പം അവരെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ ഫിലിം കോൺക്ലേവ് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശാലാർത്ഥത്തിൽ അതിനെ കാണാൻ WCCയും തയ്യാറാവണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ തന്നെ നമ്മൾ നിൽക്കാറുള്ള ആൾക്കാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഗവൺമെന്റിന് അത് വായിക്കാൻ പറ്റും. ഗവൺമെന്റ് അത് പുറത്തേക്ക് ഇറക്കിയില്ലെങ്കിൽ ഇത് ഇത്രയും ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, അല്ലേ? എന്നിട്ടും പിന്നെന്താ പറയാ, അതില് കാര്യമായിട്ടുള്ള ആക്ഷൻസ് ഒന്നും നടത്താൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് കോൺക്ലേവിനെ കാണുന്നത്. പക്ഷെ അതിനെ കുറിച്ചുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത്
പല താല്പര്യങ്ങളുണ്ട്. ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത മനുഷ്യരല്ല ഇതിന്റെ മുൻകൈ എടുക്കേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഞാൻ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെ ശക്തമായി മോണിറ്റർ ചെയ്യാനുള്ള സ്കോപ്പ് എല്ലാവർക്കും ഉണ്ടാവും, വിശേഷിച്ച് WCCക്ക് നല്ല നിലയ്ക്ക് ഉണ്ടാകും. ആ നിലയിൽ തന്നെ അഭിപ്രായ രൂപീകരണവും തീരുമാനങ്ങളും ഉണ്ടാവട്ടെ. ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ 2019 റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പൊതുവേ വരുന്നൊരു കാര്യം, എല്ലാ സിനിമാ സെറ്റുകളിലും IC വളരെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രവണത വന്നതും ഇപ്പോൾ ലിബർട്ടി ബഷീർ പറഞ്ഞു, ഇപ്പോൾ ഇതൊരു 5 വർഷത്തിന് മുമ്പാണല്ലോ, ഇപ്പോൾ സിനിമയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻപ് 5 വർഷം മൊഴി കൊടുത്ത പോലത്തെ ഒരു അന്തരീക്ഷമോ അവസ്ഥയോ ഇന്ന് മലയാളത്തെ സിനിമ ഇൻഡസ്ട്രിയിലില്ല. 1. 2, ഈ IC വന്നതൊക്കെ യഥാർത്ഥത്തിൽ ഇതിനു ശേഷമാണോ, ഈ 19 ഇതിനു ശേഷം 20, 21, 22 ആ കാലത്താണോ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും ഇത് വന്നത്? ഒന്ന്, അത് ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമേ അല്ല. കാരണം അത് WCC ICക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് പിന്നീട് വനിതാ കമ്മീഷനും അതിൽ ചേർന്നതിന് ശേഷമാണ് IC നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായത്. ഓക്കെ, അത് ഹേമ കമ്മിറ്റിയുടെ തീരുമാനം ഗവൺമെന്റ് വായിച്ചതിന് ശേഷം എടുത്ത ഡിസിഷൻ അല്ല. അത് ലീഗൽ ഫൈറ്റിന്റെ WCCയുടെ 2 വർഷത്തെ ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അല്ല, അത് വന്നതും ഈ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തതിന് ശേഷമല്ലേ? അല്ല, അതിന് മുമ്പേ ഉണ്ടോ? അല്ല, അതിന് ശേഷമാണ് വന്നത്. റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് തന്നെയാണ് WCC ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ലീഗൽ ഫൈറ്റിന് പോയിട്ടുണ്ടായിരുന്നത്. രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഈ IC ലീഗൽ ഫൈറ്റിന് പോയി എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? എനിക്കത് മനസ്സിലായില്ല. അത് IC നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു ഗവൺമെന്റ്. പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും അത് നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം വന്നു. ഹൈക്കോടതി ജഡ്ജ്മെന്റ് തന്നെ വന്നിട്ടുണ്ട്. അതിലൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ICയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ് ഞാൻ. അപ്പം ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ വന്നു IC വന്നതോടുകൂടി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മോണിറ്ററിംഗ് കമ്മിറ്റി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രൊഡക്ഷനിലും IC വേണം എന്നുള്ള തീരുമാനമുണ്ട്. ചേംബറൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് IC ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ പോസിബിൾ ആവുള്ളൂ ഇപ്പം. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പേപ്പറിലാണ് സംഭവിക്കുന്നത്. ഞാൻ ICയിലുണ്ടോ, ഞാനൊരു പ്രൊഡക്ഷനിൽ ഭാഗമാണ്, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുകയാണ്, എൻ്റെ പേരുണ്ടാവും ICയിൽ. പക്ഷെ ഞാൻ അറിയണമെന്നില്ല ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത് പോലും എന്നെ അറിയിക്കണമെന്നില്ല. അത് ജസ്റ്റ് റിട്ടേൺ ഡോക്യുമെന്റ് മാത്രമാണ്, രജിസ്ട്രേഷന് വേണ്ടിയുള്ള റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അപ്പൊ IC വന്നതോടുകൂടി അല്ലെങ്കിൽ 5 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ലിബർട്ടി ബഷീർ അങ്ങനെയാണ് പറഞ്ഞത്, വലിയ മാറ്റം വന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഈ റിപ്പോർട്ടിനെയും ഈ അവസ്ഥയെയും പിന്തുണച്ചുകൊണ്ടുകൂടിയാണ് പറഞ്ഞത് സർക്കാർ കുറച്ചുകൂടി നിയന്ത്രണം കൊണ്ടുവരണം. ഞാൻ പറയുന്നത് എന്തായാലും ഞാനും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് IC രേഖകളിലെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടില്ല, റിയൽ ഓർഗാനിക് ആയിട്ടുള്ള ഭാഗമായിട്ടില്ല. മനസ്സിലായി. അപ്പോൾ സർക്കാർ കുറെ കൂടി ഫലപ്രദമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലേക്ക് പോകണമെന്നാണ് WCC ഇപ്പോൾ റിപ്പോർട്ട് പൊതുസമൂഹം മനസ്സിലാക്കിയതിന് ശേഷം ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം എന്നാണോ? അല്ല, WCCയെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരണം എന്ന് നമ്മൾ ആവശ്യപ്പെടാൻ കാരണം, സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്, WCCയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിയോ ഞങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ ഡോക്യുമെന്റായി ഈ കമ്മീഷന്റെ രേഖ വരുമ്പോൾ മാത്രമേ അത് ഒഫീഷ്യൽ റെക്കോർഡ് ആവുന്നുള്ളൂ, ഗവൺമെന്റിന് റെക്കോർഡ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം. ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് 4.5 വർഷം ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കാർക്കും അതുകൊണ്ട് ഗുണമില്ല. അല്ല, അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിൽ 2020 കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ ഇത്രയും ഒരു ഗവൺമെന്റിന് അതിലൊരു ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഗവൺമെന്റ് വായിക്കുന്നുണ്ട്, ഞങ്ങളാരും കാണുന്നില്ലെങ്കിൽ പോലും ഗവൺമെന്റ്. അത് രണ്ടാണ്. അതായത് എല്ലാ തരത്തിലും ആ റിപ്പോർട്ട് വിടണമോ എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എടുക്കുക. സർക്കാർ പറയുന്നത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞ് അത് പുറത്തു വിട്ടല്ലോ. വീണ്ടും നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് പുറത്തു വിടേണ്ടത് എത്രമാത്രം ആവശ്യമായിരുന്നു എന്നുള്ളത് ആ ഡോക്യുമെന്റ് ഇപ്പൊ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലി ഹൈക്കോടതി അതാണ് പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് അതിലെ ഒഴിവാക്കി നിർത്തേണ്ട 63ഓളം പേജുകൾ മാറ്റി നിർത്തി. അല്ലാതെ പൂർണ്ണാർത്ഥത്തിലല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊഴി കൊടുത്തവരുടെയൊക്കെ സ്വകാര്യത മാനിച്ചു വെച്ച് അത് മാറ്റിയിട്ട് ഗുണപരമായ മാറ്റത്തിന് വിധേയമാകുന്ന നിലയിലുള്ള ഒരു ഡോക്യുമെന്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ പൊതുചർച്ച നടക്കട്ടെ. അപ്പോഴും എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. ഈ 60 പേജ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ, ഗവൺമെന്റ് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് വായിച്ചു
നോക്കിയിട്ട് അത് എത്രമാത്രം സ്ട്രോങ്, എന്താണ് അതിൽ പറയുന്നത് നോക്കിയിട്ട് അതിനും കൂടി വേണ്ട പരിരക്ഷകള് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാതെ 60 പേജ് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു, അത് നമ്മൾ തൊടാൻ കമ്മീഷനാണ് മാറ്റിവെച്ചത്, സാംസ്കാരിക വകുപ്പല്ല. വിവരാവകാശ കമ്മീഷനാണ് പൂർണ്ണമായും സാംസ്കാരിക വകുപ്പ് പൂർണ്ണമായും മാറ്റിവെച്ചു 4.5 വർഷം. അത് കഴിഞ്ഞിട്ട് വിവരാവകാശ കമ്മീഷൻ 60 പേജ് മാറ്റിയിട്ട് അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. ഞാൻ പറയുന്നത് സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾ ഈ 60 പേജ് നിർബന്ധമായും വായിച്ചു നോക്കണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ, അത് പുറത്തുവിടണ്ട, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് WCC കരുതുന്നത്? ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പഠിക്കട്ടെ എന്നാണ്. WCC അത് നിങ്ങളല്ലേ ഇപ്പൊ കണ്ടെത്തേണ്ടത്, അവരെങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. അതും കൂടി WCCയുടെ ഉത്തരവാദിത്തമാണോ? അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല ചോദിച്ചത്. ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഈ സംഘടനകളിൽ നിന്ന് ഏത് തരത്തിലുള്ളൊരു ഇടപെടലും പ്രതികരണവുമാണ് WCC? അതോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവര് സ്വാഭാവികമായും കോവർക്കേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവർ പ്രതികരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹവും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അവരെല്ലാവരും നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നത് വളരെ പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് സജിതയ്ക്ക് ഒരു വിശ്വാസമുണ്ടോ? ഞാൻ എല്ലാത്തിനും പോസിറ്റീവായി കാണണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ശരി, താങ്ക് യു. ഞാൻ ശ്രീ ലിബർട്ടി ബഷീറിലേക്ക്, അതിനുശേഷം ഒരു ഇടവേള, അതിനുശേഷം ശ്രീമതി ആതിരയിലേക്കും ലാലിലേക്കും ഞാൻ വരാം. ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഒരു കാര്യമായ മാറ്റത്തിന് പാകമാകും വിധം ഒന്നും സംഭവിച്ചിട്ടില്ല സിനിമയിൽ എന്ന് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ശ്രീ ലിബർട്ടി ബഷീർ നോക്കൂ, വലിയ തോതിൽ നടിമാർ നേരിടുന്നൊരു ചൂഷണത്തെക്കുറിച്ചുണ്ട്. 2 തരത്തിലാണ്. അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാകണം, കോംപ്രമൈസ് ചെയ്യണം എന്ന നിലയിൽ അങ്ങനെയൊക്കെ സന്നദ്ധമാകുന്നവർക്ക് തുടർന്നു പോകാം, അവർക്ക് പ്രത്യേക കോഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതൊരു ഭാഗത്ത്. അല്ലാത്തവർക്കൊക്കെ അവസരങ്ങൾ നിഷേധിക്കുകയാണ്. അതിന് ഏതാണ്ട് 15 അംഗങ്ങളൊക്കെ വരുന്ന തരത്തിലേക്കുള്ള അങ്ങനെ ഒരു പവർ സെൻറ്റർ ഉണ്ട് അത്രേ. അവരാണ് ഈ കാര്യങ്ങൾ ആകെ തീരുമാനിക്കുക. ഇതെല്ലാം ഈ കമ്മിറ്റി ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറുഭാഗത്ത് നോക്കൂ, ഈ സിനിമാ സംഘടനകൾ മിണ്ടുന്നേ ഇല്ലല്ലോ ശ്രീ ലിബർട്ടി ബഷീർ, ഇത്രയും മണിക്കൂറായിട്ടും. ശരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് മൊഴി കൊടുത്ത 5 വർഷം മൊഴി കൊടുത്ത കൂട്ടും പഴയ കാലങ്ങളിൽ കൊടുത്ത, ഞാൻ ഉണ്ട് ആ സമയത്തെല്ലാം മൊഴി കൊടുക്കുന്ന സമയത്തെല്ലാം മൊഴി ഓരോ റൂമിൽ സെപ്പറേറ്റ് വിളിച്ചിട്ടാണ് മൊഴി കൊടുക്കാൻ. അന്നുള്ള ആ ആൾക്കാർ കൊടുത്ത മൊഴി എല്ലാം കുറേ 100% ശരി തന്നെയെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. 2 കാര്യമാണ്. ഇപ്പോൾ സജിത പറഞ്ഞത്, ഇപ്പം ICC വന്നുകൊണ്ട് പ്രത്യേകം കാരണം അവരിൽ ജോലിയുള്ള ആൾക്കാരാണ് ഈ മെമ്പേഴ്സ് എല്ലാം. അവർക്ക് ഈ സിനിമയും വിട്ടിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിരിക്കാനുള്ള ആൾക്കാരൊന്നും ഇന്നത്തെ ഈ ഒറ്റ മെമ്പർമാരുമില്ല. അതിന് പകരമായിട്ട് തന്നെ എൻ്റെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ ഗവൺമെൻറ് ഈ ICCയിൽ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ വെച്ച് കഴിഞ്ഞാൽ ഈ ICC പ്രവർത്തനം മുന്നോട്ട് പോകും. 2 സാധാരണക്കാർ സിനിമയിലുള്ള ജോലിയും കാര്യമുള്ള ആൾക്കാരൊന്നും ഇതിൽ വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതിനാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചരിത്ര അക്കാദമിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഒരു 10-15 ലൊക്കേഷന് പോകാൻ പറ്റുന്ന വലിയ ബുദ്ധിമുട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ചോദിച്ചിട്ടില്ല, ഇപ്പം ഈ നിർദ്ദേശങ്ങളെ പറ്റി. ഇതെല്ലാം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ഉണ്ട്. അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അതെല്ലാം ഈ 15 കമ്മിറ്റി നിർദ്ദേശിക്കുന്നു, എല്ലാം ആ കമ്മിറ്റി ഒന്നും ഇന്നത്തെ കാലത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കുന്ന കൂട്ടർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. അത് മലയാള സിനിമയുള്ള കാലത്തോളം ഉണ്ടാവും, ഇനി ഭാവിയിലും ഉണ്ടാവും. അല്ല, അത്തരം ലോബികളുടെ പ്രവർത്തനത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണല്ലോ ലിബർട്ടി ബഷീർ. നമ്മൾ ഒരുപാട് ആ കാലത്ത് അത് ചർച്ച ചെയ്യേണ്ടിയും വന്നിട്ടില്ലേ? അതിന്റെയൊക്കെ ചില ഷെയ്ഡ്സ് തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിലും വരുന്നില്ലേ? ഉണ്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ലോബി ഇന്നും അന്നും എല്ലാം ഒറ്റ ലോബി തന്നെയാണ്. അത് പുതിയ ലോബിയൊന്നും വന്നിട്ടില്ല. അന്നത്തെ കാലത്തെ ലോബി തന്നെ ഇന്നും ഉള്ളത്. പക്ഷെ ഇവർ പറയുന്ന ഈ മറ്റുള്ള കാര്യത്തിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പ്രസൻറ്റിലില്ല. ഒരു 15 പിന്നെ ഒരു ലോബിൻ്റെ കയ്യിലാണ് ഇപ്പോഴത്തെ പഴയ ലോബിയല്ല, ഇപ്പോഴത്തെ പുതിയ ലോബി വന്നിപ്പോൾ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മേയർമാരെല്ലാം പുതിയ ന്യൂ ജനറേഷൻ വന്നിട്ട് അവരുടെ കയ്യിലാണ് ഇപ്പോൾ മലയാള സിനിമ ഉള്ളത്. അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടണമെങ്കിൽ ആ ലോബിയിലൂടെ പോകണം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പോയി കിട്ടില്ല. ഇപ്പം വരുന്ന പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളും അവരുടെ ലോബിയിലുള്ളത്. പഴയ ആൾക്കാരല്ല കേട്ടോ. പഴയ ആൾക്കാരെന്ന പഴയ തലമുറയിലുള്ള ആർട്ടിസ്റ്റുകളല്ല. ഈ പുതിയ ആർട്ടിസ്റ്റുകളിൽ ആ ലോബിന്റെ കയ്യിലുള്ളത്. അതൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്നു. ലോബിക്ക് കുറവില്ല, ആൾ മാറുന്നു മാത്രമേ ഉള്ളൂ. ആതിര, ഇപ്പോൾ
സജിത പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് കുറച്ചുകൂടി വേഗത വേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു നിരീക്ഷണവും ഒരു വിമർശനവും അതിലുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട്. അതെ, ഇതിനകത്ത് നമ്മൾ ഒന്നാമത് സർക്കാരും ഹേമ കമ്മിറ്റിയും തൊട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ഒരു നിസ്സാരമായിട്ടുള്ളൊരു തൊഴിൽ മേഖലയെ അല്ല, ഈ കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് തൊട്ടിരിക്കുന്നത്. ഇതിലിപ്പം പറഞ്ഞല്ലോ IC-കൾ വന്നതിനെക്കുറിച്ച് തന്നെ. IC വരാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. WCC രൂപം കൊണ്ടപ്പോൾ ആദ്യം ചേർന്നുള്ളൊരു മീറ്റിങ്ങിൽ ഈ WCC അംഗങ്ങൾക്ക് പോഷ് ആക്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചതെന്ന് തന്നെ എനിക്കറിയാം. അതിനുശേഷം നമ്മൾ AMMAക്ക് ഒരു റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കി കൊടുത്തു. അന്ന് AMMA പറഞ്ഞത് ഇതൊരു വർക്ക് പ്ലേസേ അല്ല, ഇവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഈ ആക്റ്റിൽ പറയും വിധം ഈ ഇൻഡസ്ട്രിക്കകത്തില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് AMMA ഈ WCCക്ക് കൊടുത്ത മറുപടിക്കകത്ത് പറയുന്നത്. ആ മറുപടിയും കൊണ്ടാണ് WCC ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പോയത്. അതിനകത്ത് 2022 മാർച്ച് 17 WCC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിനകത്താണ് ഇൻഡസ്ട്രി തന്നെയാണ് എന്നും ഇത് വർക്ക് പ്ലേസ് ആണ് എന്നും ഇവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റും ഒരു വർക്ക് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ആ ലീഗൽ ഫൈറ്റ് സർക്കാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സമയത്തും സർക്കാർ പൂർണ്ണമായും WCCയോടൊപ്പം നിന്നുകൊണ്ട് അതിനനുകൂലമായിട്ടുള്ള അഫിഡവിറ്റും കാര്യങ്ങളും കൊടുത്തു. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന AMMA ആണ്. ഓരോ വിദണ്ഡവാദങ്ങളാണ് ഹൈക്കോടതിക്കകത്ത് അവർ നടത്തിയത്. അതിനെ മുഴുവൻ തള്ളിക്കൊണ്ടാണ് 2022 മാർച്ച് 17 ഈ വിധി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IC-കൾ വന്നത്. യഥാർത്ഥത്തിൽ AMMA ആയിട്ട് WCC ഡയറക്റ്റ് നടത്തിയ ലീഗൽ ഫൈറ്റിൻ്റെ ഫലമായാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന IC-കൾ. പിന്നെ എങ്ങനെയാണ് ഒരു IC ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് ഈ മേഖലയുള്ളവർ പഠിപ്പിക്കണം. നിയമം പഠിപ്പിക്കുക എന്നുള്ള പ്രധാനമാണ്. ആ തൊഴിൽ മേഖലക്കകത്ത് ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് അതിനകത്തുള്ള ആ തൊഴിൽ മേഖലക്കകത്ത് പണിയെടുക്കുന്ന ആളുകൾ അംഗങ്ങളായിക്കൊണ്ട് ഒരു എക്സ്റ്റേണൽ അംഗം, ആ എക്സ്റ്റേണൽ വളരെ ക്വിക്കായിട്ട് ഈ റിപ്പോർട്ടിൽ 285 പേജിൽ ജെൻഡർ അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെൻഡർ അവയർനെസ് ട്രെയിനിങ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ് ടു എവരിബഡി ഇൻ ദ മൂവി മേക്കിംഗ് എന്റർപ്രൈസ് ലൈക്ക് പ്രൊഡ്യൂസർ, ഡയറക്ടർ, കണ്ടന്റ് റൈറ്റർ, അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, അങ്ങനെ പോകുന്നുണ്ട്, എക്സെട്രാ എക്സെട്രാ. അതെ 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 അല്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കേരള സംസ്ഥാന സർക്കാർ ഇനീഷ്യേറ്റീവ് എടുക്കുമെന്നുള്ള പ്രത്യാശ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എന്തിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് താല്പര്യമുണ്ട്, ഈ 15-അംഗ ക്രിമിനൽ സംഘം ആരാണ് ഈ ഇൻഡസ്ട്രി ഇത്രയും വഷളാക്കുന്ന ഈ 15 പേരും പുരുഷന്മാരാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, പ്രബലരാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 15-അംഗ ക്രിമിനൽ സംഘം ആരാണെന്ന് അറിയാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ആ പേര് പുറത്തു കൊണ്ടുവരട്ടെ ആദ്യം, എന്നിട്ട് ഈ ക്രിമിനലുകളെ തുറന്നു കാണിക്കട്ടെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളവർ ഇനി ഈ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയട്ടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും. അതല്ലാതെ ഈ പരാതി ഒരു ദുർബല നിമിഷത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഇത്രയും പ്രയാസപ്പെട്ട കാര്യങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ സ്ത്രീകളെ വലിച്ചു കയറാനല്ല വരേണ്ടത്. അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ എക്സ്പോസ്ഡ് ആക്കാൻ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തിലേക്ക് അവരെ വലിച്ചു നീട്ടുകയല്ല വേണ്ടത്. മറിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടുന്നത് ഈ 15-അംഗ ക്രിമിനലുകൾ ആരാണ് കൃത്യമായിട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ക്രിമിനലുകൾ ആരാണെന്ന് അറിയാൻ മലയാളത്തെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. പുറത്തു കൊണ്ടുവരട്ടെ ആ പേരുകൾ, അവരുടെയൊക്കെ മുഖം പുറം ലോകം കാണട്ടെ. എന്നിട്ട് അവരൊക്കെയാണ് ഈ ക്രിമിനലുകൾ, അവരാണ് ഈ റിപ്പോർട്ടിന് ആധാരമായിട്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് ഈ ഇൻഡസ്ട്രി ഇത്രയും വഷളാക്കിയത് എന്നും പുറത്തു കൊണ്ടുവരട്ടെ. അതല്ലേ വേണ്ടത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട്. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ആഗ്രഹിക്കേണ്ടത്. ആ രീതിയിലേക്ക് പോകട്ടെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ലിബർട്ടി ബഷീറിന് ആ 15 പേരെ കുറിച്ച് പറയാമോ? ഒരിക്കലും എനിക്ക് എൻ്റെ 10-30 വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു 15 ക്രിമിനൽസ് ഉണ്ടെന്നുള്ള എനിക്ക് ഒരിക്കലും അറിയില്ല. സത്യമായിട്ട് നമ്മൾ മലയാള സിനിമ നിയന്ത്രിക്കുന്നുള്ളത് എനിക്കറിയില്ല. 15 പേരെ അറിയില്ലെന്നേ ഉള്ളൂ, ഒരാളെ അറിയൂ. 15 പേരില്ലാതെ എനിക്ക് തർക്കമില്ല, എണ്ണത്തിലേ തർക്കമുള്ളൂ. 15 പേര്. എത്ര പേരുണ്ടാവും? ക്രിമിനൽസ് അതെ എത്ര പേരുണ്ടാവും? അങ്ങനെ ഇല്ലല്ല, അങ്ങനത്തെ ക്രിമിനൽസ്
മലയാള സിനിമ ആരുമില്ല നിയന്ത്രിക്കുന്ന ആരും. എന്താ ഏമ കമ്മീഷൻ അങ്ങനെ report മനസ്സിലായല്ലോ. കൊടുത്തത് എനിക്ക് ഇല്ല, ഇപ്പോൾ ക്രിമിനൽസ് ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്രിമിനൽസ് ഇല്ല സത്യത്തിൽ. ഇല്ല. മലയാള സിനിമയില് അതിലേക്ക് മനസ്സിലായോ? ക്രിമിനൽസ് ഇല്ല. കണ്ണടച്ചാൽ അപ്പൊ ഇരുട്ടാവും, നമ്മൾ കണ്ണടച്ചാൽ അപ്പൊ ഇരുട്ടാവും ചുറ്റിലും. ശരി, റൈറ്റ്. ഞാൻ ലാലിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. ലാല്, നമ്മുടെ മലയാള സിനിമയിലെ സംഘടനകൾ മൗനത്തിലാണ്. ആ മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? വളരെ ക്യുക്കായി നമുക്ക് അവസാനിപ്പിക്കാം. അതെ അത് കറക്റ്റായിരിക്കും. അല്ല. ലാല് പറഞ്ഞത് കറക്റ്റാണ്. ലാല് പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ. ഈ 15 പേരുടെ കാര്യം പറഞ്ഞല്ലോ. അല്ല, ഈ 15 പേരുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 15 പേരുടെ കാര്യം പുറത്തു പറയുകയാണെങ്കിൽ ആ മേഖല ഇനി പിന്നില്ല. കാര്യം ആ മേഖല നിയന്ത്രിക്കുന്നത് ഇവരാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. ഈ മേഖലയെ നിർണ്ണയിക്കുന്ന, എങ്ങോട്ട് ഇത് യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന 15 പേരുടെ പേരാണത്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പം പിന്നെ ആ മേഖലയെ കാണത്തില്ല. അപ്പം പെട്ടെന്ന് വന്നൊരാൾക്ക്, ഈ ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറഞ്ഞാലേ വുമൺ ഇൻ കളക്റ്റീവ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് പോലും ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതൊന്ന്. രണ്ട്, ഇവർ ഈ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച്, ഈ വർക്ക് പ്ലേസ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇവർ ഇങ്ങനെ ഇന്ത്യൻ ടെറിട്ടറിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല ഇവരുടെ വർക്ക് പ്ലേസ്. യു ഗോട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ. വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പം അവർക്ക് ഒരു പാട്ട് പിടിക്കാനായിട്ട് അവർ പോകുന്ന സ്വിറ്റ്സർലൻഡിലായിരിക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഡിഫിക്കൽറ്റി ഇതിനകത്തുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഈ പറയുന്ന മാറ്റിവെച്ച പേജുകൾ, അത് മാറ്റിവെച്ചത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് മാറ്റിവെച്ചു എന്ന് കരുതി സർക്കാർ അതിൽ ആക്ട് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേജസ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അവിടെ ആയിരിക്കും സർക്കാർ ആദ്യം തന്നെ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യം അതിൻ്റെ മസാല, ആസ് യു സെഡ്, യെല്ലോ ജേർണലിസത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോകണ്ട, യെല്ലോ കഥകളിലേക്കും പോകണ്ട. പക്ഷേ നമുക്ക് സബ്സ്റ്റാൻഷ്യലി നമുക്ക് ചേഞ്ചസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഇടപെടലുണ്ടാകണം. അതിന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആർജവമുള്ളൊരു സർക്കാരാണെങ്കിൽ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. റൈറ്റ്. ഏതായാലും ഈ പൊതുചർച്ച ഗുണകരമായ മാറ്റത്തിന്, അതിന് സർക്കാരിന് കുറെ കൂടി ഊർജ്ജം പകരുന്ന നിലയിലേക്ക് അത് മാറും. നേരത്തെ അതിനെ പറഞ്ഞതുപോലെ അത്ര നിസ്സാരപ്പെട്ടൊരു മേഖലയല്ല, വളരെ പ്രബലമായിട്ടുള്ള മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകമെമ്പാടുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച സർക്കാരിന് കുറെ കൂടി ഫലപ്രദമായി മുന്നോട്ട് പോകാൻ, മുമ്പ് പറഞ്ഞ പോലെ ഫിലിം കോൺക്ലേവ് ഒക്കെ നടത്തി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും വിധം ഒരു പരിസരം രൂപപ്പെടുത്തും എന്ന് പ്രത്യാശിക്കാം. ഇതുമായി ബന്ധപ്പെട്ട, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത്.